അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കൊച്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിത് നൂൽപുട്ടായിരുന്നു കേട്ടോ കടി. അപ്പോൾ നൂൽപുട്ടിനുള്ളത് ഞാൻ അവിടെ കുഴച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ചൂടുള്ള വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ചൂടാറിയതിന് ശേഷം ഞാൻ നല്ല നന്നായിട്ട് കുഴക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നൂൽപുട്ടിനൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. പരത്തി വെച്ചതിന് ശേഷമാണ് പിന്നെ വെള്ളമൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യില്ല. അപ്പോൾ നമുക്ക് മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ, രണ്ടെണ്ണമല്ല, ഒറ്റ മുട്ട. ഒരു മുട്ട കറിയിലിട്ട മുട്ട അവർക്ക് തിന്നാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എല്ലാ മസാലയും ഇതും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടിയിട്ട് കുക്കറിൽ 2 വിസിലടിപ്പിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇട്ട മുട്ടക്കറി ഉണ്ടാക്കുക. മറ്റേത് ചീനച്ചട്ടിലാകുമ്പോൾ കുറേ സമയം നിൽക്കണ്ടേ. ഇപ്പോൾ നൂൽപുട്ടൊക്കെ റെഡിയായിട്ട് ഞാൻ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ട് തുടക്കാൻ നിൽക്കട്ടെ. അപ്പോൾ അത് തിരുമ്പാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലത്തെ കുട്ടികളതൊക്കെ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഇന്നലത്തെ ബാക്കികളൊന്നും ഇന്ന് തിരുമ്പാനില്ല കേട്ടോ. പിന്നെ ഇന്ന് അയച്ചിട്ട് വേണം കുട്ടികൾ സ്കൂൾ മദ്രസ ഇട്ട് വന്നിട്ട് അയച്ചിട്ടിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇന്ന് 10 മണി വരെയാണല്ലോ മദ്രസ. അങ്ങനെ മദ്രസൊക്കെ വിട്ട് വന്നിട്ട് കുട്ടികളൊക്കെ അതാ ചായ കുടിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ കൊച്ചുകുടി ടി വി വെച്ചുകൊണ്ടാണ് കേട്ടോ അവരെ ചായ കുടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ കുഞ്ഞാറ്റ മുമ്പാരത്തിരുന്ന് പാട്ട് പാടട്ടെ. അപ്പോൾ അത് അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തോളൂ. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ പാട്ട് പാടലൊക്കെ നിർത്തിയിട്ടാണ്. അപ്പോൾ അത് അവൾ ക്ലേ കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയായിരിക്കും. അപ്പോൾ ഞാൻ അവളോട് ഞാൻ വർത്തമാനം പറയട്ടെ, എൻ്റെ കാതിപ്പോൾ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനിട്ടാ. അങ്ങനെ മേക്കാത് കുത്തിയിട്ട് 2 ദിവസമല്ലായിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊക്കെ വേദന ഉണ്ട് കേട്ടോ. കൈ തട്ടുമ്പോഴൊക്കെ വേദന ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ കുഴപ്പമൊന്നുമില്ല, പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ വേണ്ടത്ര പഴുക്കുന്നൊക്കെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കറി വെക്കാൻ നിന്നിട്ട്. അപ്പോൾ ഇന്ന് അയിലക്കുഞ്ഞനാട്ടാ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുളക് കറി വെച്ചിട്ടാണ്. അയിലക്കുഞ്ഞ കുറച്ച് പൊരിക്കും ചെയ്ത് കുറച്ച് മുളക് കറി വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് മമ്പയറായിട്ട് ഉപ്പേരി, ഏറി പയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടോ ഉപ്പേരി ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് കറിയൊക്കെ താളിച്ച് വെച്ചിട്ട് മമ്പയർ കൂടി ഒന്ന് താളിച്ച് വെച്ച് വറവിട്ടതിൻ്റെ ശേഷം നമുക്ക് ഇന്നത്തെ പണികൾ കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടില്ല. തിരുമ്പാനാണെങ്കിൽ ഇന്നില്ല, കുട്ടികൾ അയച്ചിട്ട് വേണമല്ലോ. അപ്പോൾ ഇന്ന് അയച്ചിട്ട് ഇനിയിപ്പോൾ നാളെ തിരുമ്പോഴും ഇനിയിപ്പോൾ ഇന്ന് തിരുമ്പാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ എന്താ നമ്മളെ ഉപ്പേരി ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പകരം ഒരിത്തിരി മുളകും പൊടി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പയറുപ്പേരി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ എല്ലാവരും കണ്ടില്ല, നമ്മളെ ഫുഡും കാര്യങ്ങളും കുട്ടികളെ കളിയും ചെയ്യൊക്കെ എല്ലാവരും കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയായിട്ട് നമ്മളെ ഈ വ്ളോഗിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ നമുക്ക് കുറച്ച് വിഷമമുണ്ടായിട്ടാണ് ഇത്ര വീഡിയോ കണ്ടപ്പോൾ കുറച്ച് വിഷമമുണ്ടായി. എല്ലാ കൊല്ലവും ഞങ്ങൾ അതിൽ ഉൾപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പരിപാടിയൊക്കെ വെക്കുമ്പോൾ ഞങ്ങളതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഇതിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ കുട്ടികൾക്ക് നല്ല വിഷമമായിട്ട് അവർ ഗിഫ്റ്റ് കൊടുക്കുന്നതും അത് പൊട്ടിക്കണതൊക്കെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഇതായിട്ട് നമുക്ക് ശനിയാഴ്ച വരേണ്ടിയിരുന്നില്ലല്ലേ അമ്മ, എന്നാൽ നമുക്ക് അതിൽ പങ്കെടുക്കായിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവം. എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ വരുന്നവരെ അങ്ങനത്തെ ഒരു ചർച്ചകളൊന്നും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഓരോ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. എവിടെയെങ്കിലും പോവുക, എന്തെങ്കിലും കാണാൻ പോവുക ഒക്കെ അവിടെ പോയാലേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ഓരോ ഫാമിലി ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള പോണ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് മക്കൾക്കായാലും എനിക്കായാലും ഒരു ഒത്തിരി സന്തോഷം കിട്ടുന്ന ഇത് അവിടെ പോയാലാണ്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ചോറ് വെക്കുക, കറി വെക്കുക, അത് തിന്നുക, കുടിക്കുക, നമ്മൾ ഓരോരുത്തർ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ അവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ 1-ാം തീയതി ഇന്നലെ എനിക്ക് 8ൻ്റെ പണി കിട്ടിയ ദിവസമായിട്ട് നമ്മളെ തിരുമണാലിൻ്റെ അവിടുത്തെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ തുടച്ചിട്ട് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് പൈപ്പ് തുറന്നേക്കാണ്ട് പൊട്ടിപ്പോന്നു. ആകെ വെള്ളം പോയി. എന്നിട്ട് ഞാൻ താത്താനെ വിളിച്ചിട്ട് താത്ത വാൾവൊക്കെ പൂട്ടി ശരിയാക്കിയിട്ടാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ പൈപ്പ് അത് അടയണമല്ലോ, നല്ല വാൾവ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു വടിൻ്റെ മേലെ തുണിയൊക്കെ തിരുകിയിട്ട് പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ കുത്തി നിറച്ചിട്ട് അത് വെള്ളം വരുന്നത് നിർത്തിയിട്ട് വാൾവ് തുറന്നിട്ടിട്ടാണ് പിന്നെ പണികളൊക്കെ. അങ്ങനെ കുറേ സമയം അങ്ങനെ തന്നെ പോയിട്ടാണ്. പിന്നെ ഇന്ന് ഞാൻ അളിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുമ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു പൈപ്പ് വാങ്ങിയിട്ട് ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അളിയൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1-ാം തീയതി തന്നെ എനിക്ക് 8ൻ്റെ പണി നന്നായിട്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.